ക്ലാസ്സിലെ മക്കൾമാരെ ദ വേ ടു സക്സസ് എന്ന ചാപ്റ്റർ എന്ന ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫിസിക്സിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ഇടാറുള്ളത്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ വീഡിയോയും നിങ്ങളും കാണണം. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ് ആയിരുന്നല്ലോ. ഇപ്പോൾ 10ലേക്ക് വരുമ്പോൾ എല്ലാ വീഡിയോയും കാണണം. ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റിനകത്ത് ഓരോ വാചകവും ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് തിരിച്ചറിയണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൗണ്ടാണ്, ശബ്ദമാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പണ്ട് 8ാം ക്ലാസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബോർഡിലേക്കൊന്ന് നോക്കുക. ഊഞ്ഞാല് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഊഞ്ഞാലിൻ്റെ ചലനം മുൻപോട്ടും പുറകോട്ടുമുള്ള ചലനമാണ്. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. ഇതൊക്കെ ദോലന ചലനമാണ്. ഒരു ബിന്ദുവിനെ ആസ്പദമാക്കി മുൻപോട്ടും പുറകോട്ടുമുള്ള ചലനമാണ് ദോലന ചലനം. ടു ആൻഡ് ഫ്രോ മോഷൻ of a body about a fixed point, that is oscillatory motion. ശബ്ദം എന്ന് പറയുന്നത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജ രൂപമാണ്. താഴ്ന്ന ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കാം. ഒരു ചരട് ഒരു ലോഹഗോളം കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അത് നിശ്ചലാവസ്ഥയിലാണ്. O എന്ന പോയിന്റാണ്. അതിനെ ഞാനൊന്ന് ആട്ടിവിട്ടാൽ ഓയിൽ നിന്ന് എയിലേക്ക് പോകും. ആരോ മാർക്ക് നോക്കണം. എയിൽ നിന്ന് ബിയിലേക്ക് വരും, ബിയിൽ നിന്ന് ഒയിലേക്ക് വരും. അതാണ് ഒരു ദോലനം. മോഷൻ ഓഫ് ദ ബോബ് ഫ്രം O to A ആൻഡ് A to B ആൻഡ് ബാക്ക് ടു O, ദാറ്റ് ഈസ് വൺ ഓസിലേഷൻ. അതാണ് ഒരു ദോലനം എന്ന് പറയുന്നത്. ഏറ്റവും കൂടി സ്ഥാനമാറ്റം ഓയിൽ നിന്നും എയിലേക്ക്, ദൂരമല്ല സ്ഥാനമാറ്റം. അതാണ് ആയതി. നിർവചനങ്ങളൊക്കെ ടെസ്റ്റിനകത്തു നിന്നുള്ളത് തന്നെയാണെങ്കിൽ വളരെ നല്ലതാണ്. ടെസ്റ്റിലാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ടെസ്റ്റിനകത്തുനിന്ന് ഡെഫിനിഷനുകൾ. ഇനി 5 സെക്കൻഡിൽ 10 ദോലനങ്ങൾ എങ്കിൽ 1 സെക്കൻഡിൽ എത്ര ആയിരിക്കും? 10/5. 10 എന്താണ്? ദോലനങ്ങളുടെ എണ്ണം. 5 എന്താണ്? സമയം. ദോലനങ്ങളുടെ എണ്ണത്തെ സമയം കൊണ്ട് ഭാഗിച്ചാൽ we get the number of oscillations in 1 second, that is frequency. ആവൃത്തി എന്ന് പറയുന്നതാണ്. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. എഫ് കണ്ടുപിടിക്കണമെങ്കിൽ F = N/T. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ, T എന്ന് പറയുന്നത് സമയമാണ്. അതാണ്ട് F = N/T ആണെങ്കിൽ N എന്തായിരിക്കും? N = F/T. അപ്പോൾ T N/F. ഈ 3 ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇനി 10 ദോലനങ്ങൾക്ക് 5 സെക്കൻഡ് എങ്കിൽ ഒരു ദോലനത്തിനോ 5/10. 5 എന്താണ്? സമയമാണ്. 10 എന്താണ്? ദോലനങ്ങളുടെ എണ്ണമാണ്. അതായത് ആവൃത്തി തിരിച്ചിടുന്നു. ആവൃത്തി തിരിച്ചിട്ടാൽ ഒരു ദോലനത്തിനെടുക്കുന്ന സമയം കിട്ടും. അതാണ് പീരിയഡ്. ക്യാപിറ്റൽ G കൊടുക്കണം. പീരിയഡിന്റെ യൂണിറ്റ് സമയമാണ്, സെക്കൻഡാണ്. പീരിയഡിന്റെ യൂണിറ്റ് സെക്കൻഡാണ്. ആവൃത്തി തിരിച്ചിടുന്നതാണ് പീരിയഡ്. പീരിയഡ് തിരിച്ചിട്ടാൽ ആവൃത്തിയും കിട്ടും. അതായത് ആവൃത്തിയും പീരിയഡും തമ്മിലുള്ള ബന്ധം വിപരീത അനുപാതത്തിലാണ്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കഴിഞ്ഞ മോഡലിന് ചോദിച്ചതാണ്. അസർഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഓർത്തിരിക്കുക. ആവൃത്തിയും പീരിയഡും വിപരീത അനുപാതത്തിൽ. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആവൃത്തി കൂടിയാൽ പീരിയഡ് കുറയും. അപ്പോൾ ആവൃത്തി കുറഞ്ഞാൽ പീരിയഡും കൂടും എന്നർത്ഥം. ഇനി അതാണ്ട് ഇങ്ങനൊരു ബോക്സ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? N ഉണ്ട്, T ഉണ്ട്, F, ക്യാപിറ്റൽ. ഇങ്ങനെ 4 എണ്ണം. ഏതെങ്കിലും 2 എണ്ണം തരും. ബാക്കി നമ്മൾ എഴുതണം, കണ്ടെത്തി എഴുതണം. N = 10, T = 5 സെക്കൻഡ് എങ്കിൽ F = N/T. 10/5. 2 ഹെഡ്സ്. F തിരിച്ചിട്ടാൽ
പീരീഡ് നമുക്ക് കിട്ടും. 2 തിരിച്ചിട്ടാൽ 1/2, അതായത് 0.5 സെക്കൻഡ്. ഇനി എന്നില്ല, ടി ഉണ്ടോ, എഫ് ഉണ്ടോ, ക്യാപിറ്റൽ ടി, അത് നിങ്ങൾ ചെയ്തു പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബാക്കി തൊട്ടടുത്ത വീഡിയോയിൽ വരും. എല്ലാ വീഡിയോയും കാണണം. പഴയത് നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണണം. ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യണം. തുടർച്ചയായിട്ട് ഇനി വീഡിയോ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും വിഷു ആശംസകൾ. ഓക്കെ, ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ.